കാണുന്നുണ്ടായിരുന്നത്. പക്ഷേ കൃത്യമായിട്ടും കോച്ചിന്റെ ഇടപെടല് അവരുടെ ലൈഫിലും മാറ്റങ്ങൾ വരുത്തി. ഏകദേശം 30 കിലോനോളം വെയിറ്റ് കുറച്ചവര്. അന്ന് മുതൽ ആ വെയിറ്റ് കുറച്ചതിന് ശേഷം ഈ ഒരു തൈറോയിഡിന്റെ മെഡിസിൻ പിന്നീട് കഴിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ വളരെ ഹാപ്പി ആയിട്ട് ആളും ഇരിക്കുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിയ റിസൾട്ട് ഞങ്ങൾ ഇനി മക്കൾക്ക് കൂടി കിട്ടണമെന്ന് ആഗ്രഹിച്ചു. കുട്ടികൾക്ക് ഓവർ വെയിറ്റ് ഒന്നും ഇല്ലെങ്കിലും പോഷകാഹാരങ്ങളുടെ കുറവ് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം. ഇന്ന് കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നതെല്ലാം അവരുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തതായിരിക്കും. അപ്പോ അവരുടെ ബോഡിക്ക് ആവശ്യമില്ലാത്തത് കിട്ടുന്ന സമയത്ത് ബോഡിക്ക് ആവശ്യമുള്ളത് കൂടി കൊടുക്കണം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായപ്പോ അവർക്കും ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലെ അവർക്കും ന്യൂട്രീഷൻ കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഫാമിലി ടോട്ടലി മുമ്പുണ്ടായിരുന്ന എനർജി ഇപ്പോൾ ഉണ്ടായിരുന്ന എനർജിയും ടോട്ടലി ഡിഫറെന്റ് ആയി. അപ്പോ ഒരു അൺഹെൽത്തിയിൽ ഉണ്ടായിരുന്ന ഫാമിലി ഇന്ന് നല്ലൊരു ഹെൽത്തി ഫാമിലി ആയിട്ട് മാറാൻ പറ്റി. ഇതിനെല്ലാം എന്നെ ഗൈഡ് ചെയ്യുകയും കോച്ച് ചെയ്യുകയും ചെയ്ത എന്റെ പേഴ്സണൽ വെൽനസ് കോച്ച് നിമീറ മാമിന് ഞാൻ ഫ്രം ദ ഹാർട്ടിൽ നിന്ന് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ എല്ലാ അപ്ലൈൻ കോച്ചസിനും താങ്ക്സ് പറയുന്നു. താങ്ക് യു മാർക്യൂസ്. മാർക്യൂസ് ആണ് ഇതുപോലുള്ള ഒരു ഫുഡ് നമ്മളിലേക്ക് എത്താൻ കാരണക്കാരനായത്. അദ്ദേഹത്തെയും ഞാൻ സ്മരിക്കുന്നു ഈ സമയത്ത്. ഇനി ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം. ഇന്ന് ഞാൻ കൂടുതലും വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ പറയണമെന്ന് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപാട് ആളുകള് പുതിയ ആളുകള് ഇതിൽ കണക്ട് ആയിട്ടുണ്ടായിരിക്കും. അവരെല്ലാം മാരത്തോണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അവർക്ക് വെയിറ്റ് ലോസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ഏതെല്ലാം രൂപത്തിൽ പോകാൻ പറ്റും എന്ന് നോക്കുമ്പോൾ, ഇന്ന് നമ്മളുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആഹാരം ആവശ്യമുള്ളത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് നമ്മളുടെ ബോഡിക്ക് ചില ആക്ടിവിറ്റി ഉണ്ടാവുക എന്നുള്ളത്. എല്ലാവരും ഭക്ഷണത്തിന്റെ ഇമ്പോർട്ടൻസ് മാത്രമാണ് പറയാ. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അവരുടെ ശരീരത്തിലെ ഇമ്പോർട്ടൻസ് ആണ് അവർക്ക് വർക്കൗട്ട്. ഇപ്പോ നമ്മളുടെ മനുഷ്യ ശരീരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിറയെ ജോയിൻസുകൾ ഉണ്ട്. കാരണം ഏകദേശം 206 എല്ലുകൾ നമുക്കുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് ജോയിൻസുകൾ, ഒരുപാട് ജോയിൻസുകൾ നമുക്കുണ്ട്. ഈ ജോയിൻസുകളെല്ലാം ഇന്നത്തെ കാലത്തെ ഇന്നത്തെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ജോയിൻസുകളൊന്നും ഇളകാത്ത രീതിയിലാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ പോകുന്നത്. അപ്പൊ 206 എല്ലുകൾ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ 360 ജോയിൻസുകളുണ്ട്. ഈ ജോയിൻസുകളെല്ലാം തന്നെ ഇളകുന്ന രീതിയിൽ നമ്മളുടെ ജീവിതം ഇന്ന് മുന്നോട്ട് ആരും കൊണ്ടുപോകുന്നില്ല. വളരെ ദുർലഭം ആളുകൾ മാത്രമാണ് കൊണ്ടുപോകുന്നത്. ഇത് തന്നെ പല ആളുകളും അവരുടെ ബോഡിക്ക് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അവർ പല ജിംനേഷ്യങ്ങളിലൊക്കെ പോകും. ജിംനേഷ്യങ്ങളിൽ പോകുന്ന ആളുകളാണെങ്കിൽ ശരി, അവര് നല്ല രീതിയിൽ വെയിറ്റ് വർക്കൗട്ട് അതായത് സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അവരുടെ ഈ ജോയിന്റുകൾക്കെല്ലാം ഫ്രീ ആയിട്ടിരിക്കാനുള്ള ഒരു മൂവ്മെന്റ്സുകളൊന്നും അവരും കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഭക്ഷണത്തിന്റെ രീതിയും കൺട്രോൾ ആവില്ല. അവർ വെയിറ്റ് കുറച്ച് കൂടുതൽ ചെയ്തിട്ട് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുക മാത്രം ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസും അവർക്ക് സംഭവിക്കുന്നുണ്ടാവില്ല. അതേപോലെ തന്നെ അവരുടെ ജോയിൻസുകൾക്കെല്ലാം മൂവ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അതും സംഭവിക്കുന്നുണ്ടാവില്ല. എന്നാൽ മനുഷ്യ ശരീരത്തില് നോക്കുമ്പോ നമ്മളുടെ ബോഡിയിൽ നിറയെ മസിൽസുകളാണ്. ഡിഫറെന്റ് ഓഫ് മസിൽസ് ആണ് ഇതില് നമുക്ക് വരിക. എല്ലാവരും കൈകളിലെയും കാലിന്റെയും ഒക്കെ മുകളിലുള്ള മസിൽസുകളാണ് നോക്കുക. പക്ഷെ ഓൾ ബോഡിയിൽ നമുക്കുള്ള ഓരോ ഭാഗത്തേക്കും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ നമുക്ക് മസിൽസുകളാണുള്ളത്. ഇപ്പോ മസിലുകൾ ലോസ് ആവുന്നതാണ് ഇന്നത്തെ നമ്മളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. കാരണം ഭക്ഷണത്തില് നമ്മളുടെ മസിൽ ലോസ് സംഭവിക്കുന്നത് പ്രോട്ടീൻ, ആവശ്യത്തിനുള്ള പ്രോട്ടീൻ നമ്മളുടെ ശരീരത്തിലേക്ക് വരാത്തത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നം കൊണ്ടാണ് ഈ മസിൽ ലോസ് വരുന്നത്. ഇപ്പോ ഈ സ്ക്രീനിൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും, മസിൽസ് എന്ന് പറയുന്നത് നമ്മളുടെ കൈകളിലോ കാലിലോ അല്ലെങ്കിൽ നമ്മൾ 6 പാക്ക് എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ വയറിന്റെ മുകളിലോ വരുന്നത് മാത്രമല്ല മസിൽസ്. നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഓർഗൻസ് എല്ലാം തന്നെ മസിൽസുകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോ നമ്മളെ ഹാർട്ട് ആവട്ടെ, നമ്മളെ സ്റ്റൊമക്ക് ആവട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും എല്ലാ പാർട്സുകളും എല്ലാം നമുക്ക് ഉള്ളത് മസിൽസുകളിലൂടെയാണ്. അപ്പോ ഈ മസിൽസുകളെല്ലാം തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണമെങ്കിലും അതേപോലെ തന്നെ നല്ല സ്ട്രെങ്തനായി വെക്കാനെങ്കിലും നമുക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടി വെക്കണമെങ്കിലും നമുക്ക് സ്റ്റാമിന കൂട്ടി വെക്കണമെങ്കിലും എല്ലാം നമുക്ക്
മസിൽസുകൾ വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ ഈ മസിൽസുകള് നോർമലി ഇപ്പൊ ഒരു ചെറിയ കുട്ടിയാവുന്ന സമയം മുതല് വീട്ടില് നമ്മള് രക്ഷിതാക്കളൊക്കെ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏറ്റവും നല്ലതെല്ലാം അവർ മക്കൾക്ക് കൊടുക്കും. അങ്ങനെ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടികൾക്കെല്ലാം കൃത്യമായിട്ടും ആഹാരം തുടക്കത്തിൽ കിട്ടുന്നത് കൊണ്ട് അവരുടെ ബോഡി അപ്പ സ്ട്രെങ്ത് ആയിട്ടിരിക്കും. പക്ഷെ കാലഘട്ടങ്ങൾ കഴിയുന്ന സമയത്ത് നമ്മള് പിന്നീട് നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്ന സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഇമ്പോർട്ടൻസ് മക്കൾക്ക് കൊടുക്കും. ആ സമയത്ത് നമ്മളുടെ ബോഡിയിലേക്ക് ആവശ്യമായ പ്രോട്ടീൻ ഒന്നും നമുക്ക് കിട്ടുന്നുണ്ടോ എന്നും നമ്മൾ ഉറപ്പുവരുത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു ധാരണയില് പ്രായം കൂടുമ്പോ അപ്പൊ നമുക്ക് മസിൽസുകളെല്ലാം ലോസ് വരുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നമ്മളെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പോരായ്മയാണ് നമ്മളെ മെയിൻ ആയിട്ടും നമ്മളെ മസിൽസ് ലോസ് ആവാനുള്ള കാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ ബോഡിയില് ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ ഇപ്പൊ എല്ലാ ആളുകൾക്കും മസിൽസുകൾ ഉണ്ട്. ഇപ്പോ ജെൻസിനെ സംബന്ധിച്ചിടത്തോളം ജെൻസിന് മസിൽ പവർ കൂടുതലാണ്, ലേഡീസിന് മസിൽ പവർ കുറവാണ്. പക്ഷെ അവർക്ക് ബോഡിയിൽ ഫാറ്റ് ആണ് കൂടുതലായിട്ട് നിൽക്കുക. കാരണം ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ച് കൊഴുപ്പ് അവരുടെ ശരീരത്തിൽ അധികം ഉണ്ടാവേണ്ടത് ബോഡിയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. കാരണം ഒരു ദിവസം സമയത്ത് ആഹാരം കഴിച്ചില്ലെങ്കിലും അവരുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ആയ കൊഴുപ്പിനെ അത് ബോഡി ആ സമയം ഭക്ഷണം ഇല്ലെങ്കിൽ ആ കൊഴുപ്പിനെ വലിച്ചെടുത്ത് അതിനെ എനർജി ആയി കൺവേർട്ട് ചെയ്തിട്ട് അവരുടെ ബോഡിക്ക് പ്രോബ്ലം ഇല്ലാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ബോഡിയിൽ എപ്പോഴും കുറച്ച് എക്സസ് ആയിട്ട് ഫാറ്റ് ഉള്ളത്. അപ്പൊ ജെൻസിനേക്കാൾ കൂടുതൽ ഫാറ്റ് ലേഡീസിന് ഉണ്ടാവണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇനി അതുപോലെ തന്നെ നമ്മളെ ശരീരത്തില് ഇപ്പൊ ഈ മസിലിന്റെ മാസ് നമുക്ക് എത്രത്തോളം കൂട്ടിയിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ ഇതെല്ലാം നമുക്ക് കൂടുതൽ നമ്മളുടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ മെറ്റബോളിസം എന്ന് പറയുമ്പോ ഇപ്പോ എല്ലാവർക്കും അറിയാം ശരീരത്തിലെ മെറ്റബോളിസം നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന സമയം അത് എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുക, അതിന്റെ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ഇപ്പൊ നമ്മള് നോർമൽ ഇപ്പൊ ഒരു ന്യൂട്രീഷൻ ക്ലബിൽ ചെല്ലുമ്പോ അവിടെ നമ്മളുടെ ബോഡി ചെക്ക് ചെയ്യും. ഈ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ BMR എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു റിസൾട്ട് കിട്ടും. BMR നമ്മൾക്ക് ഇത്ര BMR ഉണ്ട് എന്ന് അതിൽ കാണിക്കും. അപ്പൊ ഈ BMR എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അപ്പുള്ള ബോഡിക്ക് എത്ര കലോറിയാണ് ഇപ്പൊ ബോഡി യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഈ ബോഡിയെ നമുക്ക് നിലനിർത്താൻ എത്ര കലോറി ഫുഡാണ് നമുക്ക് വേണ്ടത് എന്നാണ് അതിൽ കാണിക്കുന്നത്. അപ്പോ ഓൾറെഡി ഒരു 10-20 കിലോ എക്സസ് വെയിറ്റ് ഉള്ള ആളാണെങ്കിൽ അവർക്ക് കലോറി ബേസ് അതിൽ കൂടുതലായിരിക്കും കാണിക്കുന്നുണ്ടാവുക. കാരണം അവരുടെ നിലവിലുള്ള ആ ബോഡി അവർക്ക് നിലനിർത്തണമെങ്കിൽ അത്രയും കലോറി അവരെടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അവരുടെ ആ ബോഡി അതേപോലെ നിലനിർത്താൻ പറ്റും. പക്ഷെ എക്സസ് വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവരുടെ ബോഡി വെയിറ്റ് നമുക്ക് വീണ്ടും ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ കലോറി ബേസ് കുറയുമ്പോൾ മാത്രമാണ് അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുക. അപ്പോ നമുക്ക് ഓരോ മനുഷ്യനും അവന്റെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ഐഡിയൽ വെയിറ്റ് ഇതെല്ലാം കോച്ചിനോട് ചോദിക്കുമ്പോൾ അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. ഐഡിയൽ വെയിറ്റിന് നിങ്ങൾ എത്ര കലോറിയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതും കോച്ച് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അപ്പൊ ഇപ്പൊ മാരത്തോണിലൂടെ എല്ലാം വെയിറ്റ് ലോസ് ചെയ്യുന്ന ആളുകള് ഇതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്യാനും അതേപോലെ തന്നെ അവർക്ക് ഈ വർക്കൗട്ട് ചെയ്യാനൊക്കെ ഒരു പ്രചോദനം ഉണ്ടാവണമെങ്കിൽ അവർക്ക് ഇതിനെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക വേണം. അപ്പോ കലോറി മാനേജ്മെന്റ് ഒക്കെ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് പറഞ്ഞു തരണ്ട്. അതിന്റെ മുമ്പായിട്ട് ഇപ്പോ നമുക്ക് ഈ ബോഡിയില് നമ്മളെ മെറ്റബോളിസം ഇൻക്രീസ് ആവുമ്പോ നമുക്കുള്ള ഗുണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെ ശരീരത്തിലെ ഐഡിയൽ വെയിറ്റിനെ കൊണ്ടുവന്ന് ഐഡിയൽ വെയിറ്റിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് മെറ്റബോളിസത്തെ ഇൻക്രീസ് ചെയ്യേണ്ടത്. കാരണം ഐഡിയൽ വെയിറ്റ് ഉള്ള ഒരാൾക്ക് അവർക്ക് എത്ര ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1100-1200 കലോറി ആണ് BMR ആണ് അവർക്ക് ആവശ്യം. ആ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ അതാണ് ആവശ്യമെങ്കിൽ അതേ സമയം അതേ ബോഡിയിൽ അവരുടെ നിലവിലുള്ള മസിൽ മാസ് അവർക്ക് കൂട്ടാൻ പറ്റി കഴിഞ്ഞാൽ അവരുടെ മെറ്റബോളിസം ഇൻക്രീസ് ആവും. ആ സമയത്ത് അവർ കഴിക്കുന്ന കലോറി അവർക്ക് വീണ്ടും കൂടുതൽ കഴിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഓവർ വെയിറ്റ് വരാനും ചാൻസ് ഇല്ല, എന്നാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ കഴിക്കാനും അവർക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്ട്രെങ്ത് ഉള്ള അതുപോലെ നമ്മളുടെ മസിൽ മാസ് എങ്ങനെയാണ് കൂട്ടാൻ പറ്റുക? ഇന്ന് മസിൽ മാസ് കൂട്ടാൻ ആകെ 2 വഴികളാണ് ഉള്ളത്.
അതിൽ രണ്ട് വഴികളും നമ്മൾ ഒരേപോലെ ചെയ്താലാണ്, അല്ലെങ്കിൽ ഒരു വഴി മാത്രം ചെയ്തിട്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ മെറ്റബോളിസം നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഐഡിയൽ വെയിറ്റിലേക്കൊക്കെ എത്തുന്ന ഒരാള് അവർ കറക്റ്റ് ആയിട്ട് സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്യണം. സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നോർമലി അവരെടുക്കുന്ന പ്രോട്ടീൻ മാത്രം എടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മസിൽ മാസ് അവർക്ക് കൂടാനുള്ള സാധ്യത കുറവാണ്. അപ്പോ അവർക്ക് എത്രയാണോ പ്രോട്ടീൻ വേണ്ടത്, ഒരു അപ്രോക്സിമേറ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് 1 കിലോയ്ക്ക് 1 ഗ്രാം പ്രോട്ടീൻ വേണമെന്നാണ് പറയാറ്. എന്നാൽ 1 കിലോയ്ക്ക് ഇതുപോലെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.5 അല്ലെങ്കിൽ 2, 1 കിലോയ്ക്ക് 2 ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മളുടെ ബോഡിയിലേക്ക് പ്രോട്ടീൻ എടുക്കണം. ഇതും പ്രോട്ടീൻ നമ്മൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതേപോലെ സ്ട്രെങ്ത് വർക്കൗട്ട് കൂടി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ മസിൽസുകളിലേക്ക് ഇത് സ്റ്റോർ ആവുള്ളൂ. അപ്പോ ഈ മസിൽസുകളുടെ നിലവില് നമ്മളുടെ മസിൽസിന്റെ ഉള്ളില് നിറയെ നമ്മളുടെ കടലാസ് പെൻസിലുകള് അടുക്കി വെച്ചൊരു റബ്ബർ ബാൻഡ് ഇട്ടാൽ എങ്ങനെയായിരിക്കും? ഇതായിരിക്കും നമ്മളുടെ മസിൽസിന്റെ നമ്മളുടെ ഉള്ളിലുള്ള രൂപം. അപ്പോ ഇതിന്റെ ഉള്ളിലുള്ള ഈ പെൻസിലുകളുടെ എണ്ണം കൂടുന്നില്ല, പക്ഷെ അത് നമുക്ക് വികസിക്കുകയാണ് ചെയ്യുക. നമുക്ക് മസിൽ മാസ് കൂടുന്നതിനനുസരിച്ച് അത് വികസിച്ചു വരും. അപ്പോൾ കൃത്യമായ പ്രോട്ടീനും സ്ട്രെങ്ത് വർക്കൗട്ടും ഉണ്ടെങ്കിൽ ഇത് ഡാമേജ് വരും. ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പ്രോട്ടീൻ കൃത്യമായിട്ടും ആ മസിൽസുകൾ വലിച്ചെടുത്തു കഴിഞ്ഞാല് ആ ഡാമേജ് ആയ ഭാഗം അത് റീബിൽഡ് ആവും. ഇതിന് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ എക്സലന്റ് ആയിട്ടുള്ള ഫുഡ് ഇതിന് വേണ്ടിയിട്ടുണ്ട്. മസിൽ മാസ് കൂട്ടുന്ന സമയത്ത് അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി കഴിക്കുന്ന പ്രോട്ടീൻ അല്ലാതെ നമുക്ക് റീബിൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ട് ഇതിൽ നമുക്ക് ഫുഡ് ഉണ്ട്. ഇത് നിങ്ങൾ കൃത്യമായിട്ടും കോച്ചിനോട് ചോദിച്ച് വാങ്ങിച്ച് അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽ മാസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഐഡിയൽ വെയിറ്റ് എത്തിയതിന് ശേഷം നമ്മൾ മസിൽ മാസ് നന്നായി കൂട്ടി വെച്ച് കഴിഞ്ഞാല് നോർമലി 1200 കലോറി കഴിക്കേണ്ട ഒരാൾക്ക് ഒരു 1600, 1700 നിങ്ങൾ എത്രമാത്രം മസിൽ മാസ് കൂട്ടുന്നുണ്ടോ അത്രമാത്രം കലോറിയെ നമുക്ക് എടുത്തുകൊണ്ട് ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ആ സമയത്ത് പിന്നീട് പല ആളുകളും ആദ്യത്തെ ഒരു തവണ ഇതെല്ലാം ചെയ്യും. പല ആളുകളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അവര് ഐഡിയൽ വെയിറ്റ് ഒക്കെ വരുമ്പോൾ മസിൽ മാസ് ഒക്കെ കൂട്ടി കുറച്ച് ഇൻക്രീസ് ചെയ്ത് വെക്കും. പിന്നീട് അവരെന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന പ്രോട്ടീന്റെ അളവ് അവർ വ്യത്യാസം വരുത്തും. അപ്പൊ നോർമലി ഉള്ള ഭക്ഷണത്തിലൂടെ കിട്ടുന്ന പ്രോട്ടീൻ മാത്രം കിട്ടുന്ന രീതിയിൽ വരുന്ന സമയത്ത് ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവരുടെ ഈ മസിൽസില് സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന ആ പ്രോട്ടീൻ എല്ലാം ബോഡിയിൽ അന്നന്നത്തെ ദിവസത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് എടുത്ത് ബോഡി യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. അങ്ങനെ വരുമ്പോ ബിൽഡായ മസിൽസ് പിന്നെ ലോസ് ആവാൻ തുടങ്ങും. ഇങ്ങനെ ലോസ് ആവുന്ന സമയത്ത് നമ്മളുടെ മെറ്റബോളിസവും നമുക്ക് താഴ്ന്നു വരും. ആ സമയത്ത് നമുക്ക് കഴിക്കുന്ന ഫുഡ് വീണ്ടും എക്സസിലേക്ക് നമ്മളെ കൊണ്ടുപോകും. നമുക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് പിന്നെ കൂടുന്ന അവസ്ഥയിലേക്ക് വരും. ഇതാണ് നമുക്ക് നോർമലി സംഭവിക്കുക. അപ്പൊ എപ്പോഴും നമ്മൾ മസിൽ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ മസിൽ ബിൽഡ് ചെയ്തതിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്ന രീതിയിൽ ബോഡി വരരുത്. അപ്പൊ അതിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ബോഡിയിലേക്ക് പ്രോട്ടീന്റെ അളവ് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് അതാണ് ഒരു കോച്ചിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് കോച്ച് കൃത്യമായിട്ടും ഇത് ഗൈഡ് ചെയ്ത് തരും. നിങ്ങളുടെ ബോഡിയിലേക്ക് ഓരോ ഡെയിലി ബേസിസിൽ ഇത്ര പ്രോട്ടീൻ ആവശ്യമുണ്ട്, ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ ശരീരത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന പ്രോട്ടീനിൽ നിന്ന് ബോഡി ആവശ്യത്തിന് വലിച്ചെടുത്ത് ഉപയോഗിക്കുന്ന അവസ്ഥ വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് മസിൽ ലോസ് സംഭവിക്കും. മസിൽ ലോസ് സംഭവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കൈകാലുകളിലുള്ള മസിൽസ് എന്ന് മാത്രമല്ല നമ്മളെ ഹാർട്ട് വരെ മസിൽസ് ആണ്. ഇതിൽ നിന്നെല്ലാം ബോഡി ഇത് വലിച്ചെടുക്കുന്ന സമയത്ത് എല്ലാ ഓർഗൻസും വീക്ക് ആവും. ഈ സമയത്ത് നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂ, നിറയെ ഡിസീസുകൾ ഇന്നുണ്ടാവുന്നതിൽ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ഡിസീസ് ഉണ്ടാവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് മസിൽ ലോസ് ആണ്. അപ്പോ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് എത്ര വയസ്സ് വരെ ജീവിച്ചാലും അവർക്ക് കൃത്യമായിട്ടും ഈ പ്രോട്ടീൻ എല്ലാം പ്രോപ്പറായിട്ട് എടുക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എന്നും അതേ കപ്പാസിറ്റിയിൽ ബോഡിയെ നിർത്താൻ പറ്റും എന്നുള്ളതാണ്. നമ്മുടെ അസിസ്റ്റന്റ് ലീഡറെ തന്നെ നോക്കിയാൽ മതി. 50 വയസ്സില് ആളുടെ ബോഡി സ്റ്റീൽ ബോഡി ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. കാരണം അത്രയും നന്നായിട്ട് ന്യൂട്രീഷനെ ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് എത്ര വയസ്സിലും 100 വയസ്സിലും ആളുടെ ആ സ്ട്രെങ്ത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് പറ്റുന്നു. അപ്പൊ ഇതേപോലെ എല്ലാവർക്കും കഴിയും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം.
അപ്പൊ വർക്കൗട്ടിന്റെ ഇമ്പോർട്ടൻസ് എന്താ ചോദിച്ചു കഴിഞ്ഞാല് നിറയെ നമ്മൾ ഫുഡ് കഴിച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ നിറയെ കൊടുത്താൽ ആ സമയത്ത് ബോഡിക്ക് അതിനെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്കൗട്ട് മസ്റ്റ് ആയിരിക്കണം. സ്ട്രെങ്ത് വർക്കൗട്ട് മാത്രം ചെയ്യുമ്പോൾ മസിൽ ബിൽഡ് ചെയ്യുക മാത്രമാണ് ചെയ്യാൻ പറ്റുക. പക്ഷെ നമുക്ക് എല്ലാ ജോയിന്റുകളും ഫ്രീ ആവേണ്ടത് കൂടി ആവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാർഡിയോ എക്സസൈസും നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോ നമ്മളെ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന രാവിലത്തെ ഹാല വർക്കൗട്ട് സെഷനിൽ ആരെല്ലാം കയറുന്നുണ്ടോ അവർക്കെല്ലാം അവരുടെ ശരീരത്തിലെ 365 ജോയിന്റുകളും അവർക്ക് ഇളകുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ഫ്രീ ആയിട്ടുണ്ടാവും. അതേസമയം അവർ സ്ട്രെങ്ത് വർക്കൗട്ടും കൂടിയും അവർ ഉൾപ്പെടുത്തുന്ന ആളുകളാണെങ്കിൽ ബോഡിയെ എന്നും ഒരുപോലെ നിലനിർത്താൻ പറ്റും. ഇനി ഇപ്പോ നമുക്ക് ഉയരം കുറഞ്ഞ ആളുകളൊക്കെയാണ് കൂടുതലും ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ആളുകളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരു 150 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് കലോറി, ഏകദേശം ഒരു 900 മുതൽ 1000 കലോറി ഒക്കെയാണ് അവർക്ക് കഴിക്കാനുള്ള മെറ്റബോളിസത്തിന്റെ കണക്ക് പ്രകാരം അവർക്ക് പറ്റുന്നുണ്ടാവുക. പക്ഷെ ഇന്ന് അവരിഷ്ടപ്പെട്ട ആഹാരങ്ങള് ഇത്തിരി കഴിക്കുമ്പോൾ തന്നെ അവർക്ക് ഇത്രയും കലോറി ബേസ് അവർക്ക് വരും. അപ്പോ കലോറി ബേസ് എപ്പോഴും അവരുടെ ശരീരത്തിൽ കൂടുതലാവുക കാരണം തന്നെ അവർ ഓവർ വെയിറ്റിലാവും. അധികം ഈ ഹൈറ്റ് കുറഞ്ഞ ആളുകളൊക്കെ ഓവർ വെയിറ്റിൽ ഉണ്ടാവുന്നതിന്റെ മെയിൻ റീസൺ അതാണ്. അപ്പോ ഹൈറ്റ് കുറഞ്ഞ ആളുകൾ ഐഡിയൽ വെയിറ്റിൽ എത്തുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ അവരുടെ മെറ്റബോളിസത്തെ അവർക്ക് മസിൽ മാസ് കൂട്ടിക്കൊണ്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് കുറെ കൂടി ഫുഡ് കഴിക്കാനും ആ ഐഡിയൽ വെയിറ്റ് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനും അവർക്ക് സാധിക്കും. ഇനി നമുക്ക് ഇപ്പോ മാരത്തണില് ഉള്ള ആളുകൾക്ക് യൂസ് ആവുന്ന നല്ല രീതിയിലുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് വെയിറ്റ് ലോസ് ചെയ്യുന്നതിന്റെ മെത്തേഡ് ഒരേ ഒരു മെത്തേഡ് ഉള്ളൂ, കലോറി മാനേജ്മെന്റ് മാത്രം. പക്ഷെ ഈ കലോറിയെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് അറിയാത്തത്. ഇപ്പോ ഒരാൾക്ക് ഇത്ര ഫുഡ് കഴിക്കണം എന്ന് നമുക്ക് BMR നോക്കുമ്പോ അല്ലെങ്കിൽ കോച്ചിനോട് നമ്മൾ ചോദിക്കുമ്പോ നമുക്ക് വേണ്ട കലോറി എത്രയാണെന്ന് അവർ പറഞ്ഞു തരും. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻടേക്ക് ആയിട്ട് എടുക്കുന്ന ഫുഡിൽ എത്ര കലോറി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണ് നമുക്കറിയാത്തത്. ഇന്ന് പല ആളുകളുടെയും ധാരണയില് ഇപ്പോ ഒരു 80 കിലോ വെയിറ്റ് ഉണ്ട്, 50 കിലോ ആണ് അവരുടെ ഐഡിയൽ വെയിറ്റ് എങ്കിൽ 80 കിലോ അവർക്ക് വെയിറ്റ് ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഇപ്പോ ഒരുപാട് ഫുഡ് അവർ കഴിക്കുന്നുണ്ട്. കാരണം ഈ 30 കിലോ എക്സസ് ഉള്ള സമയത്ത് അവരുടെ BMR ലെവൽ കൂടുതലാണ്. അപ്പൊ അത്രയും ഫുഡ് കഴിക്കുമ്പോൾ അതേ വെയിറ്റ് മെയിൻറ്റെയിൻ ആവും. പക്ഷെ അവര് അത്രയും ഫുഡ് കഴിക്കാതെ വരുമ്പോ കലോറി കുറയുന്ന സമയത്ത് അവർക്ക് വെയിറ്റ് ലോസ് വരും. പക്ഷെ ആ സമയത്ത് അവർ ചിന്തിക്കുന്നത് ഫുഡ് അവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ ഫുഡ് കട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ക്ഷീണം വരും. ക്ഷീണം വരുന്ന സമയത്ത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടായി വരുന്ന സമയത്ത് ഫുഡ് കഴിക്കാതിരിക്കുന്നത് കൊണ്ടാണ് പ്രോബ്ലം എന്ന് അവർ മനസ്സിലാക്കി. അപ്പോ ഇതിന്റെ യഥാർത്ഥ റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാല് അവര് ഒരുപാട് ഫുഡ് കഴിച്ചാൽ തന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാ വൈറ്റമിൻസുകളും കിട്ടുന്നില്ല. എന്നാൽ ന്യൂട്രീഷൻ അവർ ഫോളോ ചെയ്യുന്ന സമയത്ത് അവർക്ക് കലോറി ബേസ് കുറഞ്ഞിട്ട് അവർക്ക് ന്യൂട്രീഷൻ കിട്ടുകയും ചെയ്യുന്നു. പക്ഷെ ബോഡിക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുകയും ചെയ്യും. ആ സമയത്ത് അവർക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുമ്പോഴും ബോഡിക്ക് എനർജി കുറവൊന്നും വരില്ല. എന്നാൽ നമ്മള് പട്ടിണി കിടന്നിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നതെങ്കിൽ നമുക്ക് എനർജി ലോസ്, കാരണം ഒരുപാട് കഴിച്ചിട്ട് തന്നെ അതിൽ നിന്ന് പോഷകങ്ങൾ കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് അത് കട്ട് ചെയ്യുന്ന സമയത്ത് കലോറി കട്ടാവും, പക്ഷെ വേണ്ട പോഷകങ്ങൾ കിട്ടുന്നത് കൂടി കിട്ടാതെ ആവുമ്പോൾ ബോഡി വീക്ക് ആവും. നമുക്ക് നിറയെ പ്രശ്നങ്ങളും ഡിസീസുകളും അതിലൂടെ നമുക്ക് വരാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ആളുകൾ എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് അതേപോലെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കും. ഇതാണ് കാര്യം. അപ്പൊ നമുക്കിത് എങ്ങനെ കുറയ്ക്കാം? ഇത് ഒരാള് ഒരു 100 കിലോ ഉള്ള ഒരാളാണ് വിചാരിക്കുക. ഒരു 100 കിലോ ഉള്ള ഒരാള് അയാളുടെ ഐഡിയൽ വെയിറ്റ് ചിലപ്പോ 50 55 കിലോ ആയിരിക്കാം. അപ്പൊ 10-45 കിലോ ഒക്കെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഇത്രയും വെയിറ്റ് നമ്മൾ കുറയ്ക്കുമ്പോൾ ശരീരത്തിന്റെ സ്കിന്നെല്ലാം പറ്റ ചുരുങ്ങി പോവും, അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ബോഡി അതുപോലെ ചെറുതായി വരുമ്പോൾ അത്രയും നന്നായി നിൽക്കുവോ എന്നൊക്കെയുള്ള സംശയത്തിലാണ് ആളുകൾ ഉണ്ടാവുക. എന്നാൽ നമ്മളുടെ ബോഡി ചുരുങ്ങുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡിയുടെ എലാസ്റ്റിസിറ്റി നമുക്ക് കൂടുതലായി വരും. എപ്പോഴും വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ ചെറിയൊരു ഡാർക്ക് ഫീൽ ചെയ്യും. കാരണം വെയിറ്റ് ലോസ് വരുന്ന സമയത്ത് നമ്മളെ സ്കിന്നെല്ലാം ചെറിയ രീതിയിൽ ചുളുങ്ങുന്നുണ്ടായിരിക്കും. ആ സമയത്ത് നമുക്ക് ചെറിയൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. പക്ഷെ വെയിറ്റ് ലോസ് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മളുടെ സ്കിന്നെല്ലാം ഗ്ലോ ആയി വരുന്നത്.
അപ്പോ പല ആളുകളും വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് വേറെയുള്ള ആളുകൾ പറയും ആകെ മോശമായല്ലോ, ഷുഗർ വന്നോ, പലതും ചോദിക്കും. ഈ സമയത്ത് ആളുകൾ ഫീൽ ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഈ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും അവരുടെ ആ ഒരു ഫിറ്റ്നസ് ഗോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. അപ്പോ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് വെയിറ്റ് ലോസ് ആയതിനു ശേഷം മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് നമ്മളെ ബോഡിക്ക് കൂടുതൽ സ്കിന്നെല്ലാം ഗ്ലോ വരുന്നതും ഭംഗി വരുന്നതും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഗ്രാമിലാണ്. അപ്പൊ എങ്ങനെ നമുക്ക് വെയിറ്റ് ലോസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം? ഇപ്പൊ ഈ സ്ക്രീൻ കാണിച്ചിട്ടുണ്ട്, ഇത് കലോറിയെ നമുക്ക് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു സ്ക്രീനാണ്. ഇത് ഞാൻ പലപ്പോഴും മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമയത്ത് കാണിക്കാൻ കാരണം ഇപ്പോ വെയിറ്റ് ലോസ് ഇപ്പോ മാരത്തണിലുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോ ഒരു കോച്ചിനോട് നമ്മൾ കറക്റ്റ് ആയിട്ട് ചോദിക്കുമ്പോൾ അവര് നിങ്ങൾ ആരാണ് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നത്, അവർക്ക് എത്ര കലോറിയാണ് അവർക്ക് എടുക്കേണ്ടത് എന്നുള്ളത് അവർ പറഞ്ഞു തരും. എന്നാൽ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതലായിരിക്കും. അപ്പോ വെയിറ്റ് കുറയ്ക്കുന്ന ആളുകളുടെ കാര്യമാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് ആ കലോറിയെ നമുക്ക് ഐഡിയൽ ആയിട്ട് നമ്മളുടെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ എത്ര കലോറി വേണം, ആ കലോറിക്ക് ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുവരണം. കൊണ്ടുവരുമ്പോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ശ്രദ്ധിക്കണം. ഇപ്പോ ഫുഡ് എന്ന് വയറ് നിറയെ കഴിച്ചില്ലെങ്കിൽ ആളുകൾക്ക് ഫീൽ ഉണ്ടാവും. അപ്പോ നമുക്ക് ഈ താഴെ കാണുന്ന സ്ക്രീനിൽ താഴെ കാണുന്ന പിക്ചർ നോക്കുകയാണെങ്കിൽ നമ്മൾ ആമാശയാണ്. അത് ആമാശയത്തിൽ നിറയെ ഫുഡ് കഴിച്ചിട്ടുണ്ട്, വയറ് നിറയെ കഴിച്ചിട്ടുണ്ട്. കഴിച്ചത് വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ടോട്ടൽ കലോറി 400 കലോറിയാണ് അതിൽ വന്നിട്ടുള്ളത്. എന്നാൽ ഇതേ സമയം നമുക്ക് അതിന്റെ അടുത്ത സ്ക്രീനിൽ കാണുമ്പോൾ അതില് നമുക്ക് ചിക്കൻ ആണ് കഴിച്ചിട്ടുള്ളത്, അതും ഫ്രൈഡ് ചിക്കൻ ആണ് കഴിച്ചിട്ടുള്ളത്. ഒരു 1/4 ഭാഗം കഴിച്ചപ്പോഴേക്കും നമുക്ക് 400 കലോറി അതിൽ വന്നിട്ടുണ്ട്. എന്നാൽ അതിന് മുകളിലേക്ക് ഇനി നോക്കിയാല് നമുക്ക് ജസ്റ്റ് നമ്മളെ വയറിന്റെ ഉള്ളിൽ നടി പരക്കുമ്പോഴേക്ക് തന്നെ 400 കലോറി വന്നിട്ടുണ്ട്. കാരണം ഓയിലി ഫുഡ്, വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ അല്പം കഴിക്കുമ്പോൾ തന്നെ ഇത്രയും കലോറി വരുന്നുണ്ട്. അപ്പൊ ഒരു 1000-1200 കലോറി കഴിക്കേണ്ട ഒരാൾക്ക് നമ്മള് ഒരു 3 നേരത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് ടോട്ടലി കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 2000 കലോറിക്ക് അടുത്ത് അവർ കഴിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് നമ്മൾ ഒരു 1200-ലേക്കൊക്കെ നമുക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതേപോലെ കലോറി നമ്മൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഫുഡ് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മളുടെ പോഷകങ്ങൾ കട്ടാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ പച്ചക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തി കഴിക്കുമ്പോൾ നമുക്ക് കലോറിയെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. 2 നേരം നമ്മൾ ന്യൂട്രീഷൻ ഷേക്ക് എടുക്കുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു നേരം നമ്മൾ കഴിക്കുന്ന ന്യൂട്രീഷൻ ഷേക്കിൽ ഏകദേശം 250 കലോറിയാണുള്ളത്. അപ്പോ 2 നേരം നമ്മൾ ന്യൂട്രീഷൻ ഷേക്ക് എടുക്കുന്ന സമയത്ത് 2 നേരത്തെ ഫുഡ് കഴിഞ്ഞു 500 കലോറിയിൽ അത് മെയിൻറ്റെയിൻ ആയി. ഇനി ഉച്ചയ്ക്ക് നമ്മൾ നോർമലി കഴിക്കുന്ന ഒരു ഫുഡ് ആണെങ്കിൽ ആ റൈസിന്റെ കൂടെ നമ്മൾ കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തിയിട്ട്, ഇലകളും പച്ചക്കറികളും കൂടുതലായി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നോർമലി നമുക്കൊരു 800 കലോറി ഒക്കെ വരുന്ന സ്ഥലത്ത് 800-900 ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് അതൊരു 500 കലോറിയിലേക്ക് നമുക്ക് അതിനെയും കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമ്മളുടെ കലോറിയെ നമുക്ക് കുറച്ചു കൊണ്ടുവരാനും, എന്നാൽ 2 ടൈം ഷേക്കിലൂടെ നമുക്ക് കൂടുതൽ പോഷകങ്ങൾ കിട്ടുന്നത് കൊണ്ട് നമുക്ക് ബോഡിയിൽ യാതൊരുവിധ കുറവുകളും വരാതെ നമുക്ക് ആരോഗ്യപരമായിട്ട് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും. അപ്പോ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വിഷയം മാത്രം നമുക്ക് ഇന്ന് പുതുതായി വന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവര് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് അടുത്ത ഈ ഒരു മാരത്തോണില് അവർക്ക് തന്നെ വിന്നറാവാൻ പറ്റും. കാരണം ഇതേ കലോറി മാനേജ്മെന്റ് അവർ ഫോളോ ചെയ്യുക. ഇതിലുള്ള നമ്മള് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഒരു അല്പനാള് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, അറ്റ്ലീസ്റ്റ് ഒരു 1 month എങ്കിലും ഇത്തരം ഫുഡുകളൊക്കെ നമ്മളൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ഐഡിയൽ വെയിറ്റ് റീച്ച് ചെയ്യാനും അത് വന്നതിന് ശേഷം പിന്നീട് അവർക്ക് നല്ല രീതിയിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവാനും അവർക്ക് ഈസി ആയിട്ട് പറ്റും. അപ്പോ ഈ ഒരു കാര്യം ഇപ്പോ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് സപ്പോർട്ടിങ്ങിന് നമുക്ക് നമ്മളുടെ വർക്കൗട്ട് കൂടി യൂസ് ചെയ്യാം. കാരണം നമ്മൾ ഇനി കഴിക്കുന്നതിൽ അല്പം കലോറി കൂടി പോയാലും നമുക്ക് രാവിലെ ഒരു വർക്കൗട്ട് സെഷൻ കിട്ടുമ്പോൾ എങ്ങനെയായാലും അതിൽ നന്നായിട്ട് പാർട്ടിസിപ്പേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 200 കലോറി എങ്കിലും അതിൽ മിനിമം അതിൽ നിന്ന് ബേൺ ആയി പോകും.
അപ്പൊ അതുകൂടെ നമുക്ക് ആ ഫുഡ് കഴിക്കുന്നതിൽ നിന്ന് ഒരു 200 കലോറിയെങ്കിലും അതിലൂടെ നമുക്ക് കട്ടാക്കാൻ പറ്റും. മാത്രമല്ല നമ്മളുടെ എല്ലാ ജോയിന്റുകളെയും നമുക്ക് ഫ്രീ ആക്കിയിട്ട് വെക്കാനും പറ്റും. അപ്പോ ഈ ഒരു രീതിയിൽ നമ്മൾ ഈ ഒരു പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് നമ്മളുടെ മാരത്തോണിൽ സക്സസ് ആവാൻ പറ്റും. ഇനി ഇന്നത്തെ ഈ ഒരു സെഷനില് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിലൂടെ നമുക്ക് ചോദിക്കാൻ പറ്റും. കാരണം കലോറി നമുക്ക് സെറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിൽ ആരെങ്കിലും ന്യൂ ആയി വന്ന ആളുകൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇനി നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് സംസാരിക്കാം. കാരണം ഇതില് ആളുകൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ചെയ്യുമ്പോഴാണ് അവർക്ക് നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുക. അപ്പോ ഒരു ദിവസം കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിലൂടെ എല്ലാം അവർക്ക് വ്യക്തമായിക്കൊള്ളുന്നില്ല. അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് കലോറിയെ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ വെയിറ്റ് ലോസ് വരുത്താനും നമ്മളെ മസിൽ മാസ് കൂട്ടാനും ഒക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. എത്രമാത്രം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല. പക്ഷെ ഇത് കൂടുതൽ കാര്യങ്ങൾ കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കോച്ച് കൂടി പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോ ഇന്നത്തെ ദിവസം നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് പ്രോഡക്ട്സുകൾ ഉണ്ട്. ഇതും കോച്ചിനോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ വാങ്ങിക്കാൻ. നമുക്ക് സ്ട്രെങ്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ റീബിൽഡ് സ്ട്രെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പ്രോട്ടീൻ ഓരോ ആളുകൾക്കും എത്ര ബേസിൽ എടുക്കണം എന്നുള്ളതും കോച്ചിനോട് നിങ്ങൾ ചോദിക്കണം. അവരവരുടെ ഇഷ്ടത്തിന് എടുക്കരുത്. കോച്ചിനോട് ചോദിച്ചതുകൊണ്ട് കൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ അത് ചെയ്യണം. അപ്പൊ ഇനി ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സുകളോ അവരുടെ എക്സ്പീരിയൻസോ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഇന്ന് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ന്യൂ ആയ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഓപ്പൺ ചെയ്തിട്ട് സംസാരിച്ചോളൂ. മ്യൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് ആകെ കുറച്ച് സമയമുള്ളത്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. മ്യൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ലേ? ഹലോ, ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, പറയൂ. ഞാൻ 1 മാസമായിട്ട് ഞാൻ ഇതിൽ ചേർന്നിട്ട് ഞാൻ വൈറ്റിൽ എന്റെ പേര് ലൗലി. പിന്നെ ഞാനിത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോ തീർന്ന കാരണം ഞാനപ്പോ 2-3 ദിവസം കഴിഞ്ഞാണ് പിന്നെ മേടിച്ചത്. ഒരാഴ്ച കഴിഞ്ഞാ മേടിച്ചത്. ഇപ്പൊ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ല, നടുവും മിന്നുന്നു ഇടയ്ക്കിടയ്ക്ക്. അത് കാരണം ഞാൻ ഇന്നിപ്പോ എക്സസൈസ് ചെയ്തില്ല. ഇന്നലെ വരെ ഞാൻ ചെയ്തു. പക്ഷെ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുന്നു. ഒന്നും താഴോട്ട് കുഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോ അത് കഴിക്കുന്നുണ്ട്. ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നാമത് എന്റെ സ്കിന്നിന് ഇച്ചിരി പ്രോബ്ലം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം അലർജിയാണ് എന്ത് ചെയ്താലും. അപ്പൊ ഞാൻ ഈ ലോഷൻ ഒന്നും പുരട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. കുറെ നേരം കിടക്കും, നിവർന്ന് കിടക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്കിപ്പോ ഭയങ്കര വേദനയാണ്. ഇനിയിപ്പോ ഈ ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാൻ കുറച്ചു നേരമേ ഞാൻ വന്നിട്ട്. അത്രയും എനിക്ക് ബുദ്ധിമുട്ടിയാണ് ഞാൻ നടന്നു വന്നത്. ഇവിടെ അടുത്ത വീടെങ്കിലും നടന്നു വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഈ നടുവിന്റെ പ്രശ്നം. അപ്പൊ അതെന്താണെന്നുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ പാടില്ല. എക്സസൈസ് ചെയ്യുന്നില്ല അത് കാരണം. ഓക്കെ, ഇതില് നമ്മള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്രയേ ഉള്ളൂ. നിങ്ങൾ നോക്കിയാൽ മതി. നമ്മള് പഴമക്കാരൊക്കെ പറയില്ലേ, സാധാരണഗതിയില് കർക്കിടക മാസമൊക്കെ ആവുമ്പോഴാണ് എല്ലാവരും മരുന്ന് കഞ്ഞി ആ സമയത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത്. ആ സമയത്ത് എന്താണ് ഇതിന്റെ സയൻസ് എന്ന് ചോദിക്കുമ്പോ നമ്മളുടെ ശരീരത്തില് ഏറ്റവും കൂടുതൽ ഊർജം നമുക്ക് എക്സ്ട്രാ ആവശ്യമുള്ള സമയമാണ് ഈ തണുപ്പ് സമയം. കാരണം നമ്മൾക്ക് സാധാരണഗതിയില് നമ്മളിപ്പോ വേനൽക്കാലത്താണെങ്കിൽ കൂടുതൽ വെള്ളമാണ് കുടിക്കുക, ഭക്ഷണം കുറയ്ക്കുക ചെയ്യുക. എന്നാൽ നമുക്ക് വർഷക്കാലം ആവുന്ന സമയത്ത് തണുപ്പും ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കൽ കൂടുക ചെയ്യുക, അല്ലെ? വിശപ്പ് പൊതുവെ അധികമല്ലേ വരിക. അപ്പൊ ഇതിന്റെ റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ബോഡിക്ക് ഊർജ്ജം കൂടുതൽ ആവശ്യമുള്ള സമയം, ബോഡി തണുക്കുന്ന സമയത്ത്, ബോഡിക്ക് കൂടുതൽ ഊർജ്ജം ആവശ്യമുള്ള സമയത്ത് നമുക്ക് കൂടുതൽ ഫുഡിന്റെ ആവശ്യം വരും. കലോറി നമുക്ക് കൂടുതൽ കഴിക്കേണ്ടതായിട്ട് വരും.
ഈ സമയത്ത് നമ്മളെ നോർമലി കഴിക്കുന്ന ഒരാളാണ് വിചാരിക്കുക. ഇപ്പൊ കുറച്ച് പ്രായമുള്ള ആളുകളൊക്കെ ആകുമ്പോൾ അവരെന്നും ഒരേപോലെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക. അവരൊരു ഷെഡ്യൂൾ പോലെ കഴിച്ചു പോവുക. അങ്ങനെ വരുമ്പോ അവർക്ക് ഈ വർഷക്കാലം വരുന്ന സമയത്ത് അവർക്ക് അതേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഊർജം കൂടുതൽ ആവശ്യമായി വരുമ്പോ ബോഡി എന്ത് ചെയ്യും? ബോഡിയിൽ ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് പ്രോട്ടീൻ ആവശ്യമുള്ള സമയത്ത് അവരുടെ മസിൽസുകളിലുള്ള പ്രോട്ടീൻ കൂടി ബോഡി എന്ത് ചെയ്യും? വലിച്ചെടുത്തിട്ട് അന്നന്നത്തെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്ത് നമ്മളെ മസിൽ വീക്ക് ആവും. പൊതുവെ നോക്കിയില്ലേ, സന്ധികളിൽ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുന്നത് ഈ വർഷകാലങ്ങളിലാണ്. കാരണം അവര് ഭക്ഷണത്തിൽ അവർക്ക് വേണ്ടത് അപ്പൊ എക്സ്ട്രാ കൊടുക്കാത്തത് കൊണ്ട് ശരീരത്തിൽ ഉണ്ടായിരുന്ന മസിൽസിന്റെ പവർ ആ സമയത്ത് കുറയുന്നു. ആ കുറയുന്ന സമയത്ത് മസിൽ പെയിനായി, ജോയിന്റ് പെയിനായി. അപ്പൊ ഇതാണ് നമുക്ക് ആക്ച്വലി സംഭവിക്കുന്നത്. ഇതിന്റെ സയൻസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പ്രോപ്പർ ആയിട്ട് നമ്മളെ ഈ വർഷകാലത്ത് നമുക്ക് കൂടുതൽ എനർജി ആവശ്യമാണ്. അപ്പൊ നമ്മളെ ബോഡിയെ ഹീറ്റ് ആക്കി കൊടുക്കണമെങ്കിൽ നമുക്ക് എനർജി വേണ്ടേ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തില് കൂടുതൽ കുറവ് വരാതെ നമ്മൾ നോക്കണം. അപ്പൊ അതിനാണ് പഴയ ആളുകൾ മരുന്ന് കഞ്ഞി ഇതൊക്കെ ആയിട്ട് എക്സ്ട്രാ അവർ നോർമലി കഴിക്കുന്ന ഫുഡിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഇതൊക്കെ അവർ ഫോളോ ചെയ്ത് തരുന്നത്. അതിന്റെ സയൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായിരുന്നില്ല. പക്ഷെ ഇതിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് മനസ്സിലാവുക. ഇപ്പോ ഇവർക്ക് ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങളും ഇത് തന്നെയാണ്. അവരുടെ സന്ധികളിലും ഇതിലൊക്കെ അവർക്ക് ഇപ്പൊ കൂടുതൽ വേദനകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർക്കുള്ളത് ഇതാണ്. അവരുടെ ശരീരത്തില് മസിൽസിൽ ലോസുകൾ വരുന്നു ഈ സമയത്ത്. അപ്പൊ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ നല്ല രീതിയിൽ ഇൻടേക്ക് എന്ത് ചെയ്യണം? പ്രോട്ടീൻ ആയിട്ട് എടുക്കണം. ഇവര് എക്സസ് വെയിറ്റ് ആണോ അണ്ടർ വെയിറ്റ് ആണോ? എക്സസ് ആണ്. ഓക്കെ. അപ്പോ എക്സസ് ആണെങ്കിൽ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടുതലും കാർബോഹൈഡ്രേറ്റ് ഭക്ഷണങ്ങൾ കൂടുതൽ പോവാതെ പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കൊടുക്കണം. അതേപോലെ തന്നെ അവർ കഴിക്കുന്ന ഭക്ഷണത്തില് ന്യൂട്രീഷനിലാണെങ്കിലും അവർക്ക് അഡീഷണൽ പ്രോട്ടീൻ കിട്ടുന്ന രീതിയിൽ അവർക്ക് നിങ്ങൾ ഡയറ്റ് പ്ലാൻ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നം സോൾവ് ആവും. പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഇപ്പൊ ആക്ടിവിറ്റി ഇല്ലാത്ത സമയത്ത് നമ്മൾ ഒരുപാട് ഫുഡ് അങ്ങനെ എടുക്കുന്ന സമയത്ത് ബോഡിക്ക് അത് വലിച്ചെടുക്കാനും കഴിയില്ല. അങ്ങനെ വരുമ്പോ അവർക്ക് ആക്ടിവിറ്റി ആവശ്യമുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാല് അവർക്ക് കിടന്നുകൊണ്ടൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അതുപോലെ ബോഡിക്ക് സ്ട്രെയിൻ കൊടുക്കാത്ത രീതിയിലുള്ള ആക്ടിവിറ്റികൾ അവർ ചെയ്യാം. ഇപ്പോ നമ്മൾ ഹാലയിൽ ഉൾപ്പെടുത്താറുണ്ട് അങ്ങനെ. അപ്പോ കുറച്ച് എത്രയാണോ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്യാം. സ്ട്രെയിൻ ചെയ്തിട്ട് ബോഡിക്ക് അതൊന്നും ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ ആക്ടിവിറ്റി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെയ്യാം. പക്ഷെ ഭക്ഷണത്തിൽ നമ്മൾ കൂടുതൽ കുറവ് വരാതെ ഈ സമയത്ത് നോക്കുക. അങ്ങനെ വരുമ്പോ കുറച്ച് നാൾ കൊണ്ട് ഇത് റിക്കവർ ആവും. ഓക്കെ. എന്തായാലും സൂപ്പറായിട്ട് റിസൾട്ട് എടുക്കുക. നല്ല കോച്ചിനെ കിട്ടിയിട്ടുണ്ട്. കോച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരും. അത് അതേപോലെ ഫോളോ ചെയ്യാം. ഓക്കെ. അതെ അതെ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പൊ ഇനി അടുത്തൊരാൾ ഓപ്പൺ ചെയ്തോളൂ. ഓക്കെ. നമ്മളെ ടൈം ഏകദേശം ഷോർട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇനി ഉള്ള ആളുകൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനിയുള്ള ആളുകളുടെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങളുടെ കോച്ചുമായിട്ട് തന്നെ ചോദിക്കുക. നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം കോച്ചുമായി ചോദിച്ച് അവർ ഇതുപോലെ അവർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ പ്രോബ്ലം അത് അവർ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ പറഞ്ഞു തരും. ഇനി എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും ഓരോ ദിവസവും നമ്മൾ ഇതേപോലെ വരുന്ന പ്രോഗ്രാംസുകളിൽ നമ്മൾ ഇതുപോലെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ തുറന്നു ചോദിക്കുക. ഓരോ കോച്ചസും എക്സ്പീരിയൻസ് ആയ ആളുകളാണ് വന്ന് സംസാരിക്കുന്നത്. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാൻ അവർക്ക് കഴിയും. അപ്പൊ അതെല്ലാവരും കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു ചെറിയ സമയം കൊണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ സന്തോഷവാനാണ്. കേട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ബോഡിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഇന്നത്തെ ഈ ഒരു സെഷനിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. ഇതുപോലൊരു സെഷൻ എനിക്ക് ഇതുപോലെ ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു സാഹചര്യം ഒരുക്കി തന്ന എൻ്റെ എല്ലാ അപ്ലൈൻ കോച്ചസിനും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ നിങ്ങളെല്ലാം കണ്ടതിൽ വളരെയധികം സന്തോഷം. അപ്പൊ ഇനി നമുക്ക് നാളെ വേറൊരു വെൽനസ് കോച്ചിലൂടെ നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പോ തൽക്കാലം നമുക്ക് ഇന്നത്തെ ദിവസം ഇതിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. താങ്ക് യു വെരി മച്ച്. ഓക്കെ. അനിൽ പട്ടാമ്പി. ബൈ. Yes, sir. Thank you. Mr. Anil Pandapi, for your best session.